വയനാട് ബത്തേരി മാർ ബസേലിയോസ് യു പി സ്കൂൾ കിണറിലെ ജലപരിശോധനാ ഫലത്തിൽ ഷിഗല്ല സാന്നിധ്യം കണ്ടെത്താനായില്ല. മാലിന്യവും ബാക്ടീരിയകളും നിറഞ്ഞതിനാൽ ഉറവിടം കിണറാകാമെന്ന നിഗമനത്തിലാണ് ആരോഗ്യവകുപ്പ്. ഇന്ന് 5 പേർക്കു കൂടി രോഗബാധ സ്ഥിരീകരിച്ചതോടെ വയനാട്ടിലെ 13 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ മാസം 14 വരെ അവധി നൽകി. കാളിദാസൻ ദേവദത്തം വയനാട് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. കാളിദാസ, ഇന്ന് വീണ്ടും കുട്ടികൾക്ക് 5 പേർക്കു കൂടി രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പരിശോധനാ ഫലം ലഭ്യമായിട്ടുണ്ടല്ലോ, എവിടെ നിന്ന് വന്നു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നോ? അമൃത, ഇപ്പോൾ 8 കുട്ടികളാണ് ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ, ബത്തേരിയിലെ വിവിധ ആശുപത്രികളിലായി ഷിഗല്ല രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. 8 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നുള്ളതാണ് ആരോഗ്യ വകുപ്പും അറിയിക്കുന്നത്. 44 പേരാണ് വിവിധ ആശുപത്രികളിൽ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുള്ളത്. 502 പേരിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത്. അതോടൊപ്പം തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള എല്ലാ രോഗവ്യാപനം തടയാനുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് അടക്കം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള സ്പെഷ്യൽ ഡ്രൈവ് തുടങ്ങിയിരിക്കുന്നു. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ ഉള്ള കിണറുകളിലൊക്കെ ക്ലോറിനേഷൻ നടപടികളൊക്കെ തന്നെ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 969 കിണറുകൾ ഇതുവരെ ക്ലോറിനേറ്റ് ചെയ്തു. കൂടുതൽ നടപടികളൊക്കെ തന്നെ പുരോഗമിക്കുന്നു. നടപടികളുടെ ഭാഗമായി ജില്ലയിലെ 13 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജൂൺ 14 വരെ അവധി കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാളിദാസൻ ദേവദത്തമാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.